CPM ഭരിക്കുന്ന തിരുവനന്തപുരം നരുവമ്മൂട് സർവീസ് സഹകരണ ബാങ്കിൽ സാമ്പത്തിക തട്ടിപ്പ്. ബാങ്കിൽ നിക്ഷേപിച്ച കോടിക്കണക്കിന് രൂപ തിരികെ ലഭിക്കാതെ നൂറുകണക്കിന് കുടുംബങ്ങൾ ദുരിതത്തിലായി. ചികിത്സയ്ക്കും മകളുടെ വിവാഹത്തിനുമൊക്കെയായി മാറ്റിവെച്ച തുക നിക്ഷേപകർ ചോദിക്കുമ്പോൾ അധികൃതർ കൈമലർത്തുകയാണ്. ബാങ്ക് ഭരണസമിതിക്കെതിരെയും ജീവനക്കാർക്കെതിരെയും ഗുരുതര ആരോപണങ്ങളുമായി നിക്ഷേപകർ രംഗത്തെത്തി. നിക്ഷേപക തുക തിരികെ കിട്ടാനായി വയോധികരടക്കം നിരവധി ആളുകളാണ് നരുവാമൂട് സഹകരണ ബാങ്കിന്റെ പടികൾ ദിവസവും കയറിയിറങ്ങുന്നത്. ചികിത്സയ്ക്ക് പണമില്ലാതെ വലയുന്ന ക്യാൻസർ രോഗികൾ, കിടപ്പിലായവർ, മക്കളുടെ വിവാഹ ആവശ്യത്തിനായി പണം മാറ്റിവെച്ചവർ, ഇവരെല്ലാം ബാങ്കിന് മുന്നിൽ നിസ്സഹായരായി നിൽക്കുകയാണ്. 2020 5 ലക്ഷം രൂപ നിക്ഷേപിച്ച പ്രദീപിന് കഴിഞ്ഞ 3 വർഷമായി പലിശയോ മുതലോ ലഭിക്കുന്നില്ലെന്ന് നിക്ഷേപകനായ പ്രദീപ് പറയുന്നു. കഴിഞ്ഞ 2-3 വർഷം കൊണ്ട് എനിക്ക് അവിടെ നിന്ന് FDയുടെ പലിശയോ മുതൽ എനിക്ക് അത്യാവശ്യം വന്ന് ഞാൻ ചോദിച്ചപ്പോൾ അത് തരുന്നില്ല. ഞാൻ മാത്രമല്ല, എന്നെപ്പോലെ ഒരുപാട് നിക്ഷേപകർ ഈ ബാങ്കിലുണ്ട്. അതിൽ തന്നെ ഈ ക്യാൻസർ രോഗികൾ, വയസ്സായവർ, കിടപ്പ് രോഗികൾ, പിന്നെ മകളുടെ വിവാഹത്തിന് വേണ്ടിയിട്ട് വന്ന് പൈസയ്ക്ക് വേണ്ടി വരുന്നവരുണ്ട്. ആർക്കും ഒരു നയാ പൈസ പോലും ഈ ബാങ്കിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടിയിട്ടില്ല. ബാങ്കിൽ ഇത് പൈസയ്ക്ക് വേണ്ടി നമ്മൾ ചെല്ലുമ്പോൾ അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ AR ഓഫീസിൽ പോയി ചോദിക്കുക, അവിടെ നിന്നാണ് ഇത് പെർമിഷൻ തരാത്തത്, അതാണ് ഇതാണെന്ന്. എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. പണം തിരികെ ചോദിക്കുമ്പോൾ AR ഓഫീസിൽ പോയി ചോദിക്കുവാനും അവിടെയുള്ളവർ അനുമതി നൽകിയാൽ മാത്രമേ പണം നൽകാൻ സാധിക്കൂ എന്നാണ് ജീവനക്കാർ പറയുന്നത്. നിക്ഷേപകരോടുള്ള ബാങ്ക് അധികൃതരുടെ സമീപനം മോശമാണെന്നും ആക്ഷേപമുണ്ട്. അവർ വേറെ റീസൺ പറഞ്ഞാൽ അവർക്ക് കിട്ടാനുണ്ട്, കൊടുക്കാനുണ്ട് എന്നുള്ള ഇതിലേക്കാണ് പറഞ്ഞു വിടുന്നത്. അവർ കിട്ടാനുണ്ട് അങ്ങനെയുള്ള ഇതിലേക്കാണ് പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് മാർച്ച് 31-ാം തീയതി ക്ലിയർ ചെയ്യാമെന്ന് പറഞ്ഞു. ഇതുവരെ നടപ്പിലായി, 2 മാസവും കഴിഞ്ഞ് നടപ്പിലായില്ല. അവർ വേറെ റീസൺ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അടയ്ക്കുന്നില്ല, ആരും കൊടുക്കുന്നുള്ളവർ കൊടുക്കുന്നില്ല, തരും എന്നുള്ളതിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബാങ്കിൽ കോടികളുടെ തിരിമറി നടന്നതായാണ് നിക്ഷേപകർ ആരോപിക്കുന്നത്. മുൻ CPM ബാങ്ക് പ്രസിഡന്റ് ജോൺസന്റെയും സെക്രട്ടറിയുടെയും ബന്ധുക്കളുടെ പേരിൽ അനധികൃതമായി സ്വത്തുക്കൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ടെന്നും ഇതിനെല്ലാം പാവപ്പെട്ട നിക്ഷേപകരുടെ പണമാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്നും ഇവർ പറയുന്നു. നിലവിൽ കോടതി ഇടപെട്ട് ബാങ്ക് ഭരണസമിതിയെ പുറത്താക്കിയെങ്കിലും പുതിയ ബാങ്ക് പ്രസിഡന്റ് മുൻ പ്രസിഡന്റിന്റെ മകളാണെന്നും പരാതിയുണ്ട്. ഏകദേശം 10 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നതായാണ് പ്രാഥമിക കണക്കുകൾ. 50ഓളം നിക്ഷേപകർ പോലീസിൽ പരാതി നൽകിയിട്ടും ഇതുവരെ കാര്യമായ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. CPM ഭരണസമിതിക്ക് കീഴിലുള്ള ബാങ്ക് ആയതിനാലാണ് ഉദ്യോഗസ്ഥരും ജീവനക്കാരും നടപടിയെടുക്കാൻ മടിക്കുന്നതെന്നാണ് നിക്ഷേപകരുടെ പ്രധാന ആരോപണം. ജനം, തിരുവനന്തപുരം.